ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ കുറെ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന കളക്ഷൻ ഓഫ് ഡാറ്റയിൽ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന ഡാറ്റയെ അനലൈസ് ചെയ്യും, അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യലാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മേക്കിംഗ് സെൻസ് ഔട്ട് ഓഫ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ പ്രോസസ്ഡ്. അപ്പോൾ കുറച്ച് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് ടു മേക്ക് സെൻസ്, അല്ലെ, അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ഡാറ്റ ഉണ്ടാവും, ആ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയെ ബേസ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നെറ്റിന് സാധാരണയായിട്ട് ചോദിക്കാറ്. ഓക്കെ, ഒരു ഡാറ്റ, ആ ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരാറ്. ഓക്കെ, അതിലൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും. 3 to 4 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആവും. 5th ക്വസ്റ്റ്യൻ ഒക്കെ ആവും ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വർക്ക് ചെയ്യേണ്ട രീതിക്കുള്ള, കുറച്ചുകൂടെ സ്റ്റെപ്പ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ട രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, അപ്പോ ഭയങ്കര ടഫ് ആണെന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ നമുക്ക് ഡാറ്റ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന തരത്തിലൊക്കെ ആവും പല ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഈ 5 ക്വസ്റ്റ്യനിൽ 5 എണ്ണം കിട്ടണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട. നമുക്ക് ഒരു 3 കിട്ടിയാലും അത് ലാഭം തന്നെയാണ്. കുറേ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചിലപ്പോൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോ കാരണം അത് ചെയ്താലും നമ്മൾ ബാക്കി അപ്പുറത്ത് ലൈക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ, അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് തിയറി പാർട്ട് ചെയ്താലും നമുക്ക് ഒരേ മാർക്കാണ് കിട്ടുക. അപ്പോ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ വളരെ ലെങ്തി ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ടൈമിന് നല്ലത്. ഇനി ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിക്ക്. ദെൻ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ഒരു ഡാറ്റയെ ആയിട്ട് ബേസ് ചെയ്ത് വരുന്ന ബാക്കി 4 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, വളരെ എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഓക്കെ, ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അതിലേക്ക് കുറച്ചുകൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ സ്കില്ലിനും അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക ഏതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ പെർസെന്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ബേസിക് മാത്ത് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കൺസെപ്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മളൊരു ഡാറ്റയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഡാറ്റയിൽ നിന്ന് മീനിങ് ഫുൾ ആയ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന വഴി നമ്മൾ അതിലെ കൺസെപ്റ്റുകൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റേറ്റും ഇയറും തന്നിട്ടുണ്ട്, അല്ലെ? ഇയർ എന്ന് പറയുന്നത് റോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോളംസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? എ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്, സി എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഡി, ഇ, എഫ്. ഓക്കെ, ദെൻ ഇയർ 1994, 1995, 1996, 1997, 1998 ആൻഡ് 1999. ഓക്കെ, ഇനി 1994 സ്റ്റേറ്റ് എയിലെ പ്രസന്റഡ് സ്റ്റുഡൻസും പാസ്ഡ് സ്റ്റുഡൻസും ഉണ്ട്. പ്രസന്റഡ് സ്റ്റുഡൻസ് ഉദ്ദേശിക്കുന്നത് ആ എക്സാമിന് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്രസന്റഡ് സ്റ്റുഡൻസും പാസ്ഡ് സ്റ്റുഡൻസും, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലെയും പ്രസന്റഡ് സ്റ്റുഡൻസിന്റെ എണ്ണവും പാസ്ഡ് സ്റ്റുഡൻസിന്റെ എണ്ണവും തന്നിട്ടുണ്ട്, അല്ലേ? ദെൻ 1994 മുതൽ 1999 വരെ എല്ലാ വർഷത്തിലെയും ഓരോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് പ്രസന്റഡ് സ്റ്റുഡൻസും പാസ്ഡ് സ്റ്റുഡൻസും ആണ് നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ടേബിൾ ഡാറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ടേബിൾ ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ 5 ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യാം,
ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് ദി പാസ്ഡ് കാൻഡിഡേറ്റ്സ് ജോയിൻലി ഫ്രം ആൾ ദ 6 സ്റ്റേറ്റ്സ് ടു ദി പ്രസന്റഡ് കാൻഡിഡേറ്റ് ഇൻ ദി ഇയർ 1994? എന്താ ചോദിച്ചിട്ടുള്ളത്? എത്ര പെർസെൻറ്റേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ് ടു ദി പ്രസന്റ് കാൻഡിഡേറ്റ്. പാസ്ഡ് കാൻഡിഡേറ്റ് ടു ദി പ്രസന്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്ഡ് കാൻഡിഡേറ്റ് ഡിവൈഡഡ് ബൈ പ്രസന്റ് കാൻഡിഡേറ്റ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. ഇൻ ദി ഇയർ 1994, 1994 എത്ര പേര് അപ്പിയർ ചെയ്തു ആൻഡ് എത്ര പേര് പാസ്സായി എന്നതിന്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് പ്രസന്റഡ് കാൻഡിഡേറ്റ്സ് അല്ലെ? പ്രസന്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പിയർ ചെയ്ത് എത്ര പേര് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസന്റഡ് കാൻഡിഡേറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ഇൻ ആൾ 6 സ്റ്റേറ്റ്, എല്ലാ 6 സ്റ്റേറ്റിലെയും നമ്മൾ പരിഗണിക്കണം. പക്ഷെ ഏത് ഇയറിലെ മാത്രം പരിഗണിച്ചാൽ മതി? 1994 മാത്രം പരിഗണിച്ചാൽ മതി. അപ്പൊ 1994 എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? 1200 അല്ലെ? സോ 1200 പ്ലസ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലോ? ബി എന്ന് പറയുന്ന സ്റ്റേറ്റില് 1400 പ്ലസ് സി എന്ന് പറയുന്ന സ്റ്റേറ്റില് 1650 പ്ലസ് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 1450 അല്ലെ? ഇതാണ് നമ്മുടെ പ്രസന്റഡ് കാൻഡിഡേറ്റ്സ്. 1450 പ്ലസ് 1700 പ്ലസ് 1800. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് മുഴുവൻ കൂട്ടുക. ആൻഡ് ഇത് മുഴുവൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 9200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ 1994 ഈ 6 സ്റ്റേറ്റിലും കൂടെ മൊത്തം 9200 പേര് പരീക്ഷയ്ക്ക് പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര പേര് പാസ്സായി എന്നുള്ളത് നോക്കണം. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് പാസ്ഡ് അല്ലെ? ടോട്ടൽ സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ all 6 states, in all 6 states in the year 1994 അല്ലെ? 1994 പാസ്സായവരുടെ എണ്ണം നോക്കണം. എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 105 അല്ലെ? എ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പാസ്സായവരുടെ എണ്ണം 105. ദെൻ ബി എന്ന് പറയുന്നതിൽ 125, 140, 160, 185, 165. സോ ഇതെല്ലാം ആഡ് ചെയ്യുക. സോ 105 പ്ലസ് 125 പ്ലസ് 140 പ്ലസ് 160 പ്ലസ് 185 പ്ലസ് 160. 185 പ്ലസ് 165. ഓക്കെ, 246. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാസ്ഡ് സ്റ്റുഡൻസ് എത്രയാണ്? ഇത് മുഴുവൻ ആഡ് ചെയ്യുക. ഇത് മുഴുവൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 880 എന്ന് കിട്ടും. ഓക്കെ, 880 എന്ന് കിട്ടും. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഇൻ 1994 എന്ന് പറയുന്നത് 9200 ആണ്. അതിൽ പാസ്സായവരുടെ എണ്ണം 880 ആണ്. 880 സ്റ്റുഡൻസ് ആണ്. ഇനി ഈ പാസ് പെർസെന്റേജ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ടു ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് അല്ലെ? അപ്പൊ അതിന് എന്ത് ചെയ്യുക? പെർസെന്റേജ് കാണാൻ വേണ്ടിയിട്ട് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ്, പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ടു പ്രസന്റഡ് എന്ന് പറയുന്നത് എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് divided by total number of students appeared അല്ലെങ്കിൽ presented അല്ലെ? അപ്പൊ നമുക്ക് റേഷ്യോ ആണ് കിട്ടുക. അതിനെ പെർസെന്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു
100 ചെയ്യണം അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? 9200 ഡിവൈഡഡ് ബൈ 880. ഓക്കെ, 9000, സോറി, നേരെ തിരിച്ചാണ്, പാസ്ഡ് ആണ് 880. സോ 880 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസന്റഡ് എന്ന് പറയുന്നത് 9200 ആണ്. സോ 880 ഡിവൈഡഡ് ബൈ 9200 എന്ന് കിട്ടും. അതേ ഇൻറ്റു 100. സോ നമുക്ക് ഈ സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്ക് എന്ത് കിട്ടും? 880 ഡിവൈഡഡ് ബൈ 92 എന്ന് കിട്ടും. ഓക്കെ, 880 ഡിവൈഡ് ബൈ 92. സോ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 9.56 എന്നാണ് കിട്ടുക. ഓക്കെ, 9.56% എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇങ്ങനത്തെ പെർസെന്റേജ് ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാ തന്നിട്ടുള്ളത്? 15, 10, 7, 12, 14. ഓക്കെ, 9.56 എന്ന് പറയുന്നത് ആൾമോസ്റ്റ് എന്തിന് ഈക്വൽ ആണ്? 10ന് ഈക്വൽ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 92 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണ്? 920 ആണ്. ഈ 920 ആൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്? 880 ആണ് അല്ലെ? അപ്പൊ ഈ ഒരു 10 വെച്ചിട്ട് 92ന് ഒരു 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൾമോസ്റ്റ് 880 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റൗണ്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ 920 ബൈ 92 എന്ന് എഴുതാം. സോ നമുക്ക് ആൾമോസ്റ്റ് എന്ത് കിട്ടും? 10% കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണ്, ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? 880 ഡിവൈഡ് ബൈ 92 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക. പക്ഷെ എല്ലാ കേസിലും നമ്മൾ റൗണ്ട് ചെയ്യാൻ നിൽക്കരുത്. ചില കേസുകളിൽ വളരെ പ്രിസൈസ് ആയിട്ട് പോയിന്റുകളോട് കൂടിയിട്ടാവും ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവുക. ആ സ്ഥലത്തൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ടു പ്രസന്റഡ് ടു എന്ന് പറയുന്നത്, പാസ്ഡ് ടു പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് ഏതെന്ന് ഏതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, പാസ്ഡ് ടു പ്രസന്റ് എന്ന് പറഞ്ഞാൽ പാസ്ഡ് ഡിവൈഡഡ് ബൈ സെന്റഡ്. ഓക്കെ, ആ രീതിക്ക് കാണാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസന്റഡ് ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, സോ റൗണ്ട് ചെയ്യുന്ന കേസ് ലൈക്ക് ഓപ്ഷൻസ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻസ് ഭയങ്കര വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് മാക്സിമം പെർസെന്റേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ് ടു ദി പ്രസന്റ് കാൻഡിഡേറ്റ് ഇൻ 1996? ഏത് സ്റ്റേറ്റിനാണ് പാസ്ഡ് കാൻഡിഡേറ്റ് ടു പ്രസന്റ് കാൻഡിഡേറ്റ് പെർസെന്റേജ് മാക്സിമം ആയിട്ടുള്ളത്? 1996. എന്ത് ചെയ്യണം? ഓരോ സ്റ്റേറ്റിന്റെയും പാസ്ഡ് ഡിവൈഡഡ് ബൈ പ്രസന്റഡ് ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പെർസെന്റേജ് കിട്ടും. ആ പെർസെന്റേജിൽ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, സോ സ്റ്റേറ്റ് എയുടെ കേസ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പാസ്ഡ് ഡിവൈഡഡ് ബൈ പ്രസന്റഡ് ഇൻറ്റു 100 അല്ലെ? പാസ്ഡ് ഡിവൈഡഡ് ബൈ പ്രസന്റഡ് ഇൻറ്റു 100. ഇവിടെ പാസ്ഡ് എത്ര? എ എന്ന് പറയുന്ന സ്റ്റേറ്റ് 1996 പാസ്ഡ് എന്ന് പറയുന്നത് 120 ആണ്. പ്രസന്റഡ് എന്ന് പറയുന്നത് 1100 ആണ് അല്ലെ? സോ 120 ഡിവൈഡഡ് ബൈ 1100 ഇൻറ്റു 100 എന്ന് വരും അല്ലെ? പെർസെന്റേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ് ടു പ്രസന്റ് കാൻഡിഡേറ്റ് ഇൻ സ്റ്റേറ്റ് എ എന്ന് പറയുന്നതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സീറോസിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ 120 ഡിവൈഡഡ് ബൈ 11 എന്ന് വരും. ഓക്കെ, 120 ഡിവൈഡഡ് ബൈ 11 10.9% എന്ന് വരും. ഓക്കെ, ഈ ഒരു കേസിൽ എന്ത് ചെയ്യരുത്? റൗണ്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിന്റെയും ചിലപ്പോൾ ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ വരും. അപ്പോൾ പോയിന്റോട് കൂടിയിട്ടുള്ള വാല്യൂ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ സ്റ്റേറ്റ് എന്റെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ബി. ഓക്കെ, സ്റ്റേറ്റ് ബിയില്
പാസ്ഡ് കാൻഡിഡേറ്റ് 115, പ്രസന്റഡ് കാൻഡിഡേറ്റ് 1300 അല്ലേ. സോ പെർസെൻറ്റേജ് ഓഫ് പാസിംഗ് ഇസ് ഈക്വൽ ടു 115 ഡിവൈഡഡ് ബൈ 1300 ഇൻറ്റു 100 അല്ലേ. സോ സീറോസിനെയൊക്കെ ക്യാൻസൽ ചെയ്യാം. 115 ഡിവൈഡ് ബൈ 13 എന്ന് വരും. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8.85% എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8.85% എന്ന് കിട്ടും. Then സ്റ്റേറ്റ് ബി സ്റ്റേറ്റ് സി. ഓക്കെ, സ്റ്റേറ്റ് സിയുടെ കേസിൽ നോക്കിയേ, 150 പേര് പാസ്സായിട്ടുണ്ട്, 1400 പേര് എഴുതിയിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 1400 ഇൻറ്റു 100. സീറോസ് ക്യാൻസൽ ചെയ്യുക. 150 ഡിവൈഡഡ് ബൈ 14. 150 ഡിവൈഡ് ബൈ 14 ചെയ്യുന്ന സമയത്ത് നമുക്ക് 10.71 എന്ന് കിട്ടും. ഓക്കെ, 10.71% എന്ന് കിട്ടും. Then സ്റ്റേറ്റ് ഡി. സ്റ്റേറ്റ് ഡിയുടെ കേസിൽ 120 പേര് പാസ്സായിട്ടുണ്ട്, 1250 പേര് അപ്പിയർ ചെയ്തിട്ടുണ്ട് അല്ലെ. സോ എന്ത് വരും? 120 ഡിവൈഡഡ് ബൈ 1250 ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ഒരു സീറോയെ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ 120 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 10, 1200 ഡിവൈഡ് ബൈ 125 എന്ന് വരും. ഓക്കെ, സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 9.6% എന്നാണ് കിട്ടുക. ഓക്കെ, ഇവിടെ നോക്കിയാൽ 9.6% വന്നിട്ടുണ്ട്, 8.85 വന്നിട്ടുണ്ട്, 10.7ഉം 10.9 ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. അടുത്തടുത്ത് വരുന്ന വാല്യൂസ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ, ഇങ്ങനെ കമ്പാരിസൺ വരുന്ന കേസുകളിലൊക്കെ മാക്സിമം റൗണ്ട് ചെയ്യാതെ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഇ എന്ന് പറയുന്നതിൽ 160 പേര് പാസ്സായി, 1400 പേര് അപ്പിയർ ചെയ്തു. സോ സ്റ്റേറ്റ് ഇയിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 160 അല്ലേ. 160 ഡിവൈഡഡ് ബൈ 1400. ഓക്കെ, 120 ഡിവൈഡ് ബൈ 1400 ഇൻറ്റു 100. സോ സീറോസ് ക്യാൻസൽ ആയി. 160 ബൈ 14. 160 ബൈ 14 ചെയ്യുന്ന സമയത്ത് നമുക്ക് 11.43% എന്ന് കിട്ടും. ഓക്കെ, 11.43% എന്ന് കിട്ടും. ദെൻ സ്റ്റേറ്റ് എഫ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 140 പേരാണ് പാസ്സായിട്ടുള്ളത്, 1550 പേര് എക്സാം എഴുതിയിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് ഓഫ് പാസ്ഡ് ടു പ്രസന്റഡ് എന്ന് പറയുന്നത് 140 ഡിവൈഡഡ് ബൈ 1550 ഇൻറ്റു 100. ഓക്കെ, സോ 1400 ഡിവൈഡഡ് ബൈ 155 എന്ന് വരും. സോ അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9.03% എന്ന് കിട്ടും. ഓക്കെ, 9.03% എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 6 സ്റ്റേറ്റിലെയും പെർസെൻറ്റേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ്സ് ടു പ്രസന്റഡ് കാൻഡിഡേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതിൽ മാക്സിമം പെർസെൻറ്റേജ് ഏതാ? എക്ക് 10.9 ആണ്, ബിക്ക് 8.85, സി 10.71, ഡി 9.6, ഇ 11.43 ആൻഡ് എഫ് എന്ന് പറയുന്നത് 9.03. സോ നമുക്ക് നോക്കി അറിയാം, ഇതിൽ മാക്സിമം പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇതിലാണ് 11.43 ആണ്. സോ സ്റ്റേറ്റ് ഇ ഹാസ് ഹൈയസ്റ്റ് പെർസെൻറ്റേജ് അല്ലെ. സ്റ്റേറ്റ് ഇക്കാണ് ഹൈയസ്റ്റ് പെർസെൻറ്റേജ്. സോ ഓപ്ഷൻ ഡി ഇ എന്നാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ നമ്മൾ ഈ ഡാറ്റ അനലൈസ് ചെയ്യാം. ദെൻ നമുക്ക് എന്താണോ കാണാൻ പറഞ്ഞിട്ടുള്ളത്, മിക്കതും പെർസെൻറ്റേജും റേഷ്യോവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആവറേജ് ഒക്കെ കാണേണ്ട രീതികളാണ് ഈ ഡാറ്റയിൽ നിന്ന് ചെയ്യേണ്ടി വരിക. മിക്ക ഡാറ്റയിൽ നിന്നും ഒന്നുമില്ല നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് കാണാനാവും, അല്ലെങ്കിൽ ആവറേജ് കാണാനാവും, അല്ലെങ്കിൽ എന്താവും അതിന്റെ റേഷ്യോ കാണാനാവും. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഡാറ്റ അനലൈസ് ചെയ്യുക, ദെൻ ഏത് ഓപ്പറേഷൻ ആണോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what is the percentage of passed candidates jointly from the state C in year 1995 and 1998 to the presented candidates jointly from the state B in the year 1994 and 1997? Okay. സ്റ്റേറ്റ് സിയിലെ 1995-ലും 1998-ലും പാസ്സായ കാൻഡിഡേറ്റ്സും സ്റ്റേറ്റ് ബിയിലെ 1994-ലും 97-ലും പ്രസന്റഡ് ആയ കാൻഡിഡേറ്റ്സും തമ്മിലുള്ള റേഷ്യോ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ റേഷ്യോ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? 1995-ലും 96-ലും സ്റ്റേറ്റ് സിയിലെ പാസ്ഡ് കാൻഡിഡേറ്റ്സ് അല്ലെ, സ്റ്റേറ്റ് സിയിലെ 95-ലെ പാസ്ഡ് കാൻഡിഡേറ്റ്സ് 125 98-ലെ പാസ്ഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 155 അല്ലെ. 125-ഉം 155. 95-ലെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 125, 98-ലെ എന്ന് പറയുന്നത് 155. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ബിയിലെ പ്രസന്റഡ് കാൻഡിഡേറ്റ് 94-ലെ പ്രസന്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1400, 97-ലെ പ്രസന്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1100. ഓക്കെ, ഇവര് തമ്മിലുള്ള റേഷ്യോ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യാ? പാസ്ഡ് കാൻഡിഡേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് സി. ഓക്കെ, പാസ്ഡ് കാൻഡിഡേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് സി എന്ന് പറയുന്നത് എന്ത് വരും? സ്റ്റേറ്റ് സി ഇൻ ഇയർ 1995 ആൻഡ് 1998 എന്ത് വരും? 125 പ്ലസ് 155 അല്ലെ. 125 പ്ലസ് 155 it will be 280. Okay, then presented candidates of state B in year 1994 and 1997 അല്ലെ. എത്ര വരും? 1400 പ്ലസ് 1100 അല്ലെ. 1400 പ്ലസ് 1100 2500 എന്ന് വരും. ഓക്കെ, 2500 എന്ന് വരും. സോ പെർസെന്റേജ് കാണാൻ എന്ത് ചെയ്യാ? പാസ്ഡ് ടു പ്രസന്റഡ് അല്ലേ കാണണ്ടത്. പാസ്ഡ് സ്റ്റുഡൻസ് 280. സോ 280 ഡിവൈഡഡ് ബൈ 2500 ഇൻറ്റു 100 വരും. സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ 280 ഡിവൈഡഡ് ബൈ 25 ആണ് അല്ലെ. 280 ഡിവൈഡഡ് ബൈ 25 ആണ്. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 11.2% എന്ന് കിട്ടും. ഓക്കെ, 11.2% എന്ന് കിട്ടും. ഓപ്ഷൻ എ 12.5, ബി 10.8. ഓക്കെ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതിലേതിലും എന്തില്ല? ആൻസർ ഇല്ല. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, സോ നമുക്ക് കിട്ടിയ പെർസെന്റേജ് എന്ന് പറയുന്നത് 11.2% ആണ്. ആൻഡ് ദാറ്റ് ഓപ്ഷൻ ഈസ് നോട്ട് ദർ ഇൻ ദി ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. ഓക്കെ, then നാലാമത്തെ ക്വസ്റ്റ്യൻ, what is the approximate average? So what is the approximate average number of passed candidates from state D in the given years? Okay, average of passed candidates from state D in the given years. അപ്പോ ഈ ഒരു 6 വർഷത്തിനിടെ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റില് പാസ്സായിട്ടുള്ള ആളുകളുടെ ആവറേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും പേരാണ് ഈ 6 വർഷത്തിനിടെ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് പാസ്സായിട്ടുള്ളത്. അവര് ആവറേജ് കാണാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു പണിയില്ല. എന്ത് ചെയ്താൽ മതി? ആവറേജിന്റെ ഇക്വേഷൻ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് അല്ലെ. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ആവറേജ് കാണാൻ നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. ഈ ഒരു ഇക്വേഷൻ മറക്കരുത്. എന്ത് ചെയ്യാ? ആവറേജ് കാണാം. 160 പ്ലസ് 145 പ്ലസ് 120 പ്ലസ് 140 പ്ലസ്
155 plus 165 divided by എത്ര വർഷങ്ങളുണ്ട്? 6 വർഷങ്ങളല്ലേ? സോ ഡിവൈഡഡ് ബൈ 6 അല്ലെ? ടോട്ടൽ പാസ്ഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. സോ 160 ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 148 ആണ് കിട്ടുക. ഓക്കെ, ഇതിനെ ആഡ് ചെയ്ത് 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 148 ആണ് കിട്ടുക. സോ ആൻസർ ഓപ്ഷൻ എ 148. സോ ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ചെയ്താലേ നമുക്ക് ഏതാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് എന്താണ്? വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് അനലൈസ് ചെയ്ത് ഡാറ്റ തന്നിട്ട് അതിൽ ഏറ്റവും എളുപ്പം കിട്ടുന്ന ഡാറ്റാസ് ഏതാണെന്ന് ഏറ്റവും എളുപ്പം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് അനലൈസ് ചെയ്യുക. ദെൻ ആ ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുക്കും. ഓക്കെ, കുറെ സ്റ്റെപ്പ് ചെയ്യുന്ന കുറെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് നിന്നാൽ മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് ഹാസ് ലീസ്റ്റ് പെർസെന്റേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ് ടു ദി പ്രസന്റഡ് കാൻഡിഡേറ്റ് ഫ്രം ദി സ്റ്റേറ്റ് എഫ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റില് പാസ്ഡ് കാൻഡിഡേറ്റ് ടു പ്രസന്റ് കാൻഡിഡേറ്റ് പെർസെന്റേജ് ഏറ്റവും കുറവുള്ള വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പാസ്ഡ് ടു പെർസെന്റേജ് ഓരോ വർഷത്തെയും നമ്മൾ കാണണം. ഓക്കെ, അങ്ങനെ 6 വർഷത്തെയും കാണണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇയർ ഏതാണ്? 1994. ഓക്കെ, 1994 എഫില് പാസ്സായവരുടെയും പ്രസന്റ് ചെയ്തവരെ, അതായത് അതിന് അപ്പിയർ ചെയ്തവരുടെയും പെർസെന്റേജ് എന്തുവരും? പെർസെന്റേജ് ഇസ് ഈക്വൽ ടു 165 അല്ലെ? 165 divided by 1800. 165 divided by 1800 into 100. So 165 divided by 18 വരും. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9.17% കിട്ടും. ഓക്കെ, 9.17% കിട്ടും. ദെൻ അടുത്തത് ഇയർ 1995. ഓക്കെ, 1995 170 ആള് പാസ്സായി, 1650 പേര് അപ്പിയർ ചെയ്തു അല്ലെ 1995. സോ പെർസെന്റേജ് എന്ത് വരും? പെർസെന്റേജ് ഇസ് ഈക്വൽ ടു 170 ഡിവൈഡഡ് ബൈ 1650 ഇൻറ്റു 100 എന്ന് വരും. ഒരു സീറോയെ ക്യാൻസൽ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 1700 ഡിവൈഡഡ് ബൈ 165 എന്ന് കിട്ടും. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10.3% എന്ന് കിട്ടും. ഓക്കെ, 10.3%. ഇനി 1996 ഇവിടെ നോക്കിയേ, 140 പേര് എഴുതി, 140 പേര് പാസ്സായി, 1550 പേര് എഴുതി. സോ പെർസെന്റേജ് ഇസ് ഈക്വൽ ടു 140 ഡിവൈഡ് ബൈ 1550 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, സോ അത് 9.03 എന്ന് വരും. ഓക്കെ, 9.03% എന്ന് കിട്ടും. ദെൻ 1997 155 ആളുകൾ പാസ്സായി, 1700 പേര് എഴുതി അല്ലെ? സോ പെർസെന്റേജ് ഇസ് ഈക്വൽ ടു 155 ഡിവൈഡഡ് ബൈ 1700 ഇൻറ്റു 100. ഓക്കെ, സോ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 9.11% എന്നാണ് കിട്ടുക. ഓക്കെ, 9.11% എന്നാണ് കിട്ടുക. ദെൻ 160 ഇയർ 1998 പെർസെന്റേജ് എന്ന് പറയുന്നത് 160 ഡിവൈഡഡ് ബൈ 1750 ഇൻറ്റു 100. ഓക്കെ, സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9.14% എന്ന് കിട്ടും. Then year 1999. Okay, the year 1999.
ഇയർ 1999 പെർസെന്റേജ് എന്ന് പറയുന്നത് 175 ആൻഡ് 1600 അല്ലെ. സോ 175 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 100 അല്ലെ. ഈ പാസ്സായവരുടെ എണ്ണം 175, അപ്പിയർ ആയവര് 1600. സോ 175 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു 100. സീറോസ് ക്യാൻസൽ ചെയ്യാം. 175 ബൈ 16 ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 10.94. ഓക്കെ, 10.94. ഇവിടെ നോക്കി, ഇവിടെ നമുക്കൊക്കെ പെർസെന്റേജ് ഇങ്ങനെ അടുത്തടുത്ത് 9ന്റെ അടുത്ത് വരുന്ന 3 പെർസെന്റേജുകൾ ഉണ്ട്, 10 വരുന്ന 9ന്റെ അടുത്ത് 4 പെർസെന്റേജ് ഉണ്ട്, 10 വരുന്ന 2 പെർസെന്റേജ് ഉണ്ട് അല്ലെ. അവിടെ ഒന്നും റൗണ്ട് ചെയ്യാൻ നിൽക്കരുത്. റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ മിസ്മാച്ച് ആവപ്പോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇങ്ങനെ കമ്പാരിസൺ വരുന്ന കേസുകൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെർസെന്റേജ്, ഒരു അപ്രോക്സിമേറ്റ് പെർസെന്റേജ് കിട്ടും. ഓക്കെ, സോ ലീസ്റ്റ് പെർസെന്റേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ലീസ്റ്റ് പെർസെന്റേജ് ഏതാ വരിക? ലീസ്റ്റ് പെർസെന്റേജ് 9.03 അല്ലെ. 9.03 ആണ് ലീസ്റ്റ് പെർസെന്റേജ് വരുന്നത്. ആണ് നമ്മുടെ ലീസ്റ്റ് പെർസെന്റേജ് അല്ലെ. ഇവിടെ 9.17ഉം 10.3 ആണ്. ഇവിടെ 9.03 ആണ് ലീസ്റ്റ് പെർസെന്റേജ് വരുന്നത്. സോ ഇയർ ഏതാണ്? 1996 ആണ്. 1996 ഇവിടെ ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി 1996 ആണ് വരുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഈ ഒരൊറ്റ ഡാറ്റ വെച്ചിട്ടാണ് ഈ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതില് നോക്കുകയാണെങ്കിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അവറേജിന്റെ മാത്രമാണ്, അവറേജും ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യനും മാത്രമാണ് കുറച്ച് സ്റ്റെപ്പ് കുറവുള്ളത് അല്ലെ. ബാക്കിയൊക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് 2017 ചോദിച്ചതാണ്. ബട്ട് ഇപ്പോഴൊക്കെ UGC നെറ്റിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഓക്കെ, സോ അതാണ് ആദ്യത്തെ. ദെൻ രണ്ടാമത്തേലേക്ക് കിടക്കാം നമുക്ക്. The table below embodies data on the sales revenue in lakh generated by a publishing house during the year 2012 while selling books, magazines, and journals as 3 categories of item. Answer below questions based in the data contained in the table. Okay, so നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. അതിലെ 3 3 ഐറ്റംസ്, അതാണ് ജേർണൽസ്, മാഗസിൻസ്, ബുക്സ്. ഇത് 3ഉം വിറ്റ് പബ്ലിഷിംഗ് ഹൗസിന് കിട്ടിയിട്ടുള്ള റവന്യൂ ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത് ലാക്സിലാണ്. ഓക്കെ, ഇപ്പോ ലൈക്ക് 46 എന്ന് കൊടുത്തിട്ടുള്ളത് 46 ലാക്ക് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ 2015 approximately what percentage of total revenue came from books? 2015 ബുക്കിൽ നിന്ന് എത്ര റവന്യൂ, സോറി, വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ റവന്യൂ കം ഫ്രം ബുക്ക്? ടോട്ടൽ റവന്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ് ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ റവന്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ് ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെയൊക്കെ ടോട്ടൽ എത്ര വരിക? 46 പ്ലസ് 31 പ്ലസ് 73 150, 47 പ്ലസ് 39 പ്ലസ് 77 163, 46 പ്ലസ് 45 പ്ലസ് 78 169, 44 പ്ലസ് 51 പ്ലസ് 78 173. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ. അപ്പൊ ഈ 2015 ടോട്ടൽ എത്രയാണ് റവന്യൂ? 173 ലക്ഷം രൂപയാണ് നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെ. 2015 ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 173 ആണ്. അതിൽ ബുക്ക് വെച്ച് കിട്ടിയത് എത്രയാണ്? 78 ആണ്. അപ്പോ ടോട്ടൽ റവന്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ് ബുക്ക് വെച്ച് കിട്ടിയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 78 ഡിവൈഡഡ് ബൈ 173 കാണാം. അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് കിട്ടും. ഓക്കെ, 78 എന്ന് പറയുന്നത് ബുക്ക് വിറ്റേന്റെ പൈസ, റവന്യൂ. ദെൻ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 173. സോ 78 ഡിവൈഡ് ബൈ
173 ചെയ്യാം. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 45.08% എന്ന് കിട്ടും. ഓക്കെ, 45.08% എന്ന് കിട്ടും. ഇത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിവിഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 78നെ 80 ആക്കി റൗണ്ട് ചെയ്യാം, 173നെ 170 ആയിട്ട് റൗണ്ട് ചെയ്യാം, ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, സോ 800 ഡിവൈഡഡ് ബൈ 17 എന്ന് വരും. 800 ഡിവൈഡ് ബൈ 17 എന്ന് പറയുന്നത് 47 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 47 എന്ന് കിട്ടും. 47 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്, 45 ആണ് അല്ലെ. സോ ഓപ്ഷൻ 1 45 ആണ് ആൻസർ വരിക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് 45.08 എന്നുള്ള ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുക എന്നുള്ളത് കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, 78നെ നമ്മൾ റൗണ്ട് ചെയ്ത് 80 ആക്കി, 173നെ റൗണ്ട് ചെയ്ത് 170 ആക്കി. ഓക്കെ, അപ്പൊ നമുക്ക് 47% എന്നാണ് കിട്ടുക. പക്ഷെ 47% ആൾമോസ്റ്റ് 45%, കാരണം 45 കഴിഞ്ഞാൽ പിന്നെ 55 ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ വേറെ വാല്യൂസ് ഒന്നുമില്ല. അപ്പൊ 47 നമുക്ക് എന്ത് ചെയ്യാം, 45ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസിൽ റൗണ്ട് ചെയ്തിട്ട് പെർസെന്റേജ് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാല്യൂ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പണിയില്ല. ബുക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100% കിട്ടി. ഓക്കെ, അപ്പോ ടോട്ടൽ റവന്യൂവിന്റെ 45% നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്, ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the number of years in which there was an increase in revenue from at least 2 categories of item is. Okay, എന്താ പറഞ്ഞിട്ടുള്ളത്, number of years in which there was an increase in revenue. ഓക്കെ, റവന്യൂവില് ഇൻക്രീസ് ഉണ്ടാവുന്ന എത്ര വർഷമുണ്ട്, എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, ഫ്രം അറ്റ്ലീസ്റ്റ് 2 കാറ്റഗറീസ് ഓഫ് ഐറ്റം. ഏതെങ്കിലും 2 ഐറ്റത്തിലെങ്കിലും നമ്മുടെ റവന്യൂ ഇൻക്രീസ് ആവുന്ന എത്ര വർഷങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിയേ, 2012 ജേർണൽസ് നിന്ന് 46 ലക്ഷമാണ് കിട്ടിയത്. 2013 ജേർണൽസ് നമുക്ക് എന്ത് കിട്ടി, 47 ലക്ഷം കിട്ടി. അതെന്താണ്, ഇൻക്രീസ് ആണ് അല്ലെ. മാഗസിന്റെ കേസിൽ 31 ആയിരുന്നു, അത് 39 ആയി, അതും ഇൻക്രീസ് ആണ്. ബുക്കിന്റെ കേസിൽ 73 ആയിരുന്നു, അത് 77 ആയി. അപ്പൊ ആദ്യത്തെ വർഷം 2012 13 വന്ന സമയത്ത് എന്താണ്, എല്ലാറ്റിലും ഇൻക്രീസ് ആണ്. ഓക്കെ, ഇനി 13 14 വരുന്ന സമയത്ത് ജേർണൽസിൽ എന്താണ്, ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ, ഒരു ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത്. ദെൻ മാഗസിൻസിന് എന്തുണ്ട്, ഇൻക്രീസ് ഉണ്ട്, ബുക്സിനും ഇൻക്രീസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത 14 15 വന്ന സമയത്ത് ജേർണൽസ് പിന്നെയും ഡിക്രീസ് ആയി, ബുക്സ് എന്താവുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട്. ദെൻ മാഗസിൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. ദെൻ ബുക്സിന്റെ കേസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അല്ലെ. ആദ്യം 2014 78 ആയിരുന്നു, 2015 78 തന്നെയാണ് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഏതെങ്കിലും 2 ഐറ്റം ഇൻക്രീസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 2012 13 ആയപ്പോ 3 ഐറ്റത്തിന് ഇൻക്രീസ് ഉണ്ട്. പക്ഷെ 13 14 2 ഐറ്റത്തിന് ഇൻക്രീസ് ഉള്ളൂ. 14 15 എത്ര ഐറ്റത്തിനുണ്ട്, 1 ഐറ്റത്തിനെ ഇൻക്രീസ് ഉള്ളൂ അല്ലെ. അപ്പൊ 2 ഐറ്റത്തിനെങ്കിലും ഇൻക്രീസ് ഉള്ള എത്ര വർഷം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് എത്ര വർഷം ഉണ്ട്, 2013 2014 അല്ലെ, 2 വർഷമാണുള്ളത്. സോ ഓപ്ഷൻ 3 2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. 2012 13 വന്ന സമയത്ത് 3 ഐറ്റം ജേർണൽസും മാഗസിനും ബുക്കിനും ഇൻക്രീസ് ഉണ്ട്. 2013 13 14 ആവുന്ന സമയത്ത് മാഗസിനും ബുക്കിനും മാത്രമേ ഇൻക്രീസ് ഉള്ളൂ. 14 15 വരുന്ന സമയത്ത് മാഗസിന് മാത്രമേ ഇൻക്രീസ് ഉള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 കാറ്റഗറിയിലെങ്കിലും ഇൻക്രീസ് വേണം അല്ലെ, 2 കാറ്റഗറിയിലെങ്കിലും ഇൻക്രീസ് വേണം. അപ്പൊ 2 കാറ്റഗറിയിൽ ഇൻക്രീസ് വരുന്ന 2 വർഷങ്ങളേ ഉള്ളൂ. സോ ഓപ്ഷൻ 3 2 ആണ് ആൻസർ വരിക. ഓക്കെ, ഇതും വലിയ കണക്കൊന്നും കൂട്ടാനില്ല, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും ലെങ്തി ആയിരുന്നുള്ളൂ. പക്ഷെ ഇത് നമുക്ക് നോക്കുമ്പോഴേ എന്ത് ചെയ്യാം, ആൻസർ കിട്ടും അല്ലെ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യനുകളൊന്നും ഒരു കാരണവശാലും വിടരുത്. ഇത് നമുക്ക് മാത്സ് അറിയേണ്ട, മൾട്ടിപ്ലിക്കേഷൻ അറിയേണ്ട, ഡിവിഷൻ അറിയേണ്ട, ജസ്റ്റ് ഇത് ഡാറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അത്തരം
ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും വിടാൻ നിൽക്കരുത്. Okay, then if the year 2016 were to show the same growth in terms of total sales revenue as the year 2015 over the year 2014, then the revenue in the year 2016 must be approximately. Okay. അപ്പൊ 2014 നിന്ന് 15 വന്ന സമയത്ത് എത്ര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ, റവന്യൂവിൽ എത്ര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ, അതേ ഗ്രോത്ത് 2015 നിന്ന് 16 വരുന്ന സമയത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 2016 ടോട്ടൽ റവന്യൂ എത്രയെന്നാണ് ചോദ്യം. Okay, if the year 2016 were to show the same growth in terms of total sale revenue as the year 2015 over the year 2014, then the revenue in the year 2016 must be approximately 2016 റവന്യൂ എത്രയാവും? ഏത് 2014 നിന്ന് 2015 എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടായോ അതേ പെർസെന്റേജ് 2015 നിന്ന് 2016 ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 2016 ടോട്ടൽ റവന്യൂ എത്രയാണെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് കുറെ ഡാറ്റകളിൽ നമുക്ക് ആവശ്യം വരും. പെർസെന്റേജ് ചേഞ്ച്. ഓക്കെ, പെർസെന്റേജ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ആണ് ചെയ്യുക. ഓക്കെ, ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100% ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇൻറ്റു 100 വേണ്ടി വരും. അപ്പൊ ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. ചേഞ്ച് കാണാൻ എന്ത് ചെയ്യുക? പുതിയന്ന് പഴയത് കുറയ്ക്കുക അല്ലെ? ന്യൂ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, സോ ഇതാണ് ചേഞ്ച് ഇൻ പെർസെന്റേജിനുള്ള ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ 2014 നിന്ന് 15 വരുന്ന സമയത്തുള്ള പെർസെന്റേജ് ഇൻക്രീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ പെർസെന്റേജ് ഇൻക്രീസ് ഫ്രം ഇയർ 2014 to 2015. ഓക്കെ, 2014 2015 പെർസെന്റേജ് ഇൻക്രീസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെർസെന്റേജ് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം, പെർസെന്റേജ് ചേഞ്ച് അല്ലെ? സോ പെർസെന്റേജ് ചേഞ്ചിനുള്ള ഇക്വേഷൻ എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ന്യൂ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100 അല്ലെ? ന്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ വാല്യൂ എന്ന് പറയുന്ന ഈ കേസിൽ 173 ആണ് അല്ലെ? 2015 വാല്യൂ ആണ് ന്യൂ വാല്യൂ. സോ 173 മൈനസ് ഇനീഷ്യൽ വാല്യൂ. ആദ്യം 2014 വാല്യൂ എത്രയാണ്? 169 ലക്ഷമാണ് അല്ലെ? 169. സോ 169 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂ എത്രയാണ്? 169 അല്ലെ? 2014 ടോട്ടൽ റവന്യൂ 169 ഇൻറ്റു 100. ഓക്കെ, 169 ഇൻറ്റു 100. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2.37% എന്ന് കിട്ടും. ഓക്കെ, 2.37% എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 173 മൈനസ് 164 4 കിട്ടും. 4/169 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, സോ 4 ഡിവൈഡഡ് ബൈ 169 ഇൻറ്റു 100 എന്നാണ് വരിക. ഓക്കെ, ചെയ്യുന്ന സമയത്ത് നമുക്ക് 2.37% എന്നാണ് കിട്ടുക. 2.37%. ഓക്കെ, ഇത് ചെയ്ത് തന്നെ നോക്കണം. ഇനി ഇപ്പൊ നമുക്ക് പെർസെന്റേജ് ചേഞ്ച് കിട്ടി എത്രയാണ്? 2.37% ആണ്. അതായത് 169 ഉണ്ടായിരുന്നത് 2.37% ഇൻക്രീസ് ആയി. അപ്പൊ 2015 16 എന്ത് വേണം? ആ 2.37% ഇൻക്രീസ് വേണം. അപ്പൊ അവിടെ 173ന്റെ 2.37% എന്ത് ചെയ്യണം? ഇൻക്രീസ് കാണണം അല്ലെ? അപ്പൊ ആ ഒരു പെർസെന്റേജ് ഇൻക്രീസ് നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യണം. സോ
2.37% ഓഫ് 2015 വാല്യൂ എത്രയാണ് 173 അല്ലെ. സോ 2.37% ഓഫ് 173. എങ്ങനെ പെർസെന്റേജ് കാണാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2.37 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 173 അല്ലെ. 2.37 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 173. സോ നമുക്ക് 4.1 എന്ന് കിട്ടും. ഓക്കെ, 4.1 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 4 ലാക്ക് എന്ന് എഴുതാം. ഓക്കെ, 4 എന്ന് എഴുതാം. ഇതൊക്കെ എന്തിലാണ്? ലാക്കിലാണ് തന്നിട്ടുള്ളത്. സോ 4 ലാക്ക് എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ പെർസെന്റേജ് എത്ര ഇൻക്രീസ് വേണം? 4 ലാക്ക് ഇൻക്രീസ് വേണം. സോ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ത് വരും? എസ്റ്റിമേറ്റഡ് റവന്യൂ ഇൻ 2016 എന്ന് പറയുന്നത് എന്ത് വരും? 173 പ്ലസ് 173 ലാക്ക് പ്ലസ് 4 ലാക്ക് അല്ലെ. 173 ലാക്ക് പ്ലസ് 4 ലാക്ക്. അപ്പൊ എന്ത് വരും? 177 ലാക്ക് എന്ന് വരും അല്ലെ. 177 ലാക്ക് എന്ന് വരും. സോ ഓപ്ഷൻ 4 177 ലാക്ക്. ഓക്കെ, 177 ലക്ഷം ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ 169 പ്ലസ് 4 173 അല്ലെ. 173 പ്ലസ് 4 177 അല്ലെ. ഒരു 4 ലക്ഷം വെച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഈ ഒരു കേസിൽ അത് ഓക്കെ ആണ്. പക്ഷെ എല്ലാ കേസിലും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ വെറുതെ 4 ലക്ഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബട്ട് എല്ലാ കേസിലും ആ പെർസെന്റേജ് ശരിയായിക്കൊള്ളുന്നില്ല. കറക്റ്റ് പെർസെന്റേജ് മെഷർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിന് നമ്മൾ പെർസെന്റേജ് ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പെർസെന്റേജ് ചേഞ്ച് കാണാൻ ചേഞ്ച് ഇൻ വാല്യൂ. ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞാൽ പുതിയത് മൈനസ് പഴയത് ഡിവൈഡഡ് ബൈ പഴയത്. ഓക്കെ, പുതിയത് മൈനസ് പഴയത് ഡിവൈഡഡ് ബൈ പഴയത് ഇൻറ്റു 100. ഓക്കെ, സോ എസ്റ്റിമേറ്റഡ് റവന്യൂ നമുക്ക് കിട്ടും. Then a university professor maintained data on MCA students tabulated by performance and gender of the students. The data is kept on a computer hard disk, but accidentally some of it lost because of computer virus. Only the following could be recovered. ഓക്കെ, അപ്പൊ ഒരു MCA സ്റ്റുഡൻസിന്റെ ഡാറ്റയാണ് ഇത് തന്നിട്ടുള്ളത്. അതിൽ കുറെ ഡാറ്റ എന്തായി? വൈറസ് കാരണം മിസ്സായി പോയി. ദെൻ അതിൽ കുറച്ച് ഫാക്റ്റുകൾ നമുക്കറിയാം. ആ പ്രൊഫസർക്ക് കുറച്ച് ഫാക്റ്റുകൾ അറിയാം. ഫോളോയിങ് ഫാക്ട്സ് വർ സെൽഫ് എവിഡന്റ്. ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി സ്റ്റുഡൻസ് വർ either എക്സലന്റ് ഓർ ഗുഡ്. പകുതി പേര് എക്സലന്റ് ആണ് അല്ലെങ്കിൽ ഗുഡ് ആണ്. ദെൻ 40% ഓഫ് സ്റ്റുഡൻസ് വർ ഫീമെയിൽസ്. ഓക്കെ, 40% സ്റ്റുഡൻസ് ഫീമെയിൽസ് ആണ്. 1/3 ഓഫ് ദി മെയിൽ സ്റ്റുഡൻസ് വർ ആവറേജ്. ടോട്ടൽ മെയിൽ സ്റ്റുഡൻസിന്റെ 1/3 ആവറേജ് ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ഇതിന്റെ ബേസിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പാർഷ്യലി ഫിൽ ആയിട്ടുള്ള ഡാറ്റയാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡാറ്റാസ് ഫിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ടേബിള് ഫിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ 3 കണ്ടീഷൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ ഈ ഡാറ്റ ഫിൽ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, 40% ഓഫ് ദ സ്റ്റുഡൻസ് വേർ ഫീമെയിൽസ്. 40% ഫീമെയിൽസ്, 40% ഓഫ് ദി ടോട്ടൽ സ്റ്റുഡൻസ് എന്താണ്? ഫീമെയിൽ ആണ് അല്ലെ. ടോട്ടൽ സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഫീമെയിൽസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിന്റെ 40% ആണ് 32. അങ്ങനെ നമുക്ക് പറഞ്ഞൂടെ, 40% സ്റ്റുഡൻസ് ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ 40, ദാറ്റ് ഈസ് 40% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു 32 എന്ന് എഴുതാം അല്ലെ. സോ നമുക്ക് എക്സ് എന്ന് പറയുന്ന ലെറ്റ് എക്സ് ബി ദി ടോട്ടൽ സ്റ്റുഡൻസ് അല്ലെ. ഇത് നമ്മളോട് പറഞ്ഞു 40% ഓഫ് എക്സ്. എക്സിന്റെ 40% എന്താണ്? 32 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 32. അപ്പൊ 40% ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 32 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 40% എന്ന് എഴുതാം അല്ലെ. 32 ഡിവൈഡഡ് ബൈ 40% എന്ന് എഴുതാം. പെർസെന്റേജ് ആണ് അതിനെ നമ്മൾ ന്യൂമറിക് വാല്യൂ ആക്കുന്ന സമയത്ത്
32 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 ചെയ്യണം അല്ലെ. 32 സോറി ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 32 അല്ലേ. ഓക്കെ, സോ 32 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 എന്ത് വരും? 80 എന്ന് വരും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 80. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 80 എന്ന് കിട്ടി. ഓക്കെ, ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ജേർണൽസ് മാഗസിൻ ബുക്സിന്റെ ചെയ്തില്ലേ, അത് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഇതാണ്. ദെൻ 4, 5, 6 ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒറ്റ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 6 ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 80 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മെയിൽസ് കാണാൻ ഫീമെയിലിന്റെ എണ്ണം 32 ആണ്, മൊത്തം 80 പേരാണ്. അപ്പൊ 80 മൈനസ് 32 ചെയ്താൽ പോരെ? ടോട്ടൽ മെയിൽസ് ഇസ് ഈക്വൽ ടു 80 മൈനസ് 32. 80 മൈനസ് 32 ചെയ്യുന്ന സമയത്ത് നമുക്ക് 48 എന്ന് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ 48. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് അനുസരിച്ച് കുറച്ച് ഡാറ്റാസ് ഉണ്ടാക്കി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 1/3 of the male students were average. 1/3 of the male students average ആണ്. സോ ആവറേജ് മെയിൽസ് എന്ന് പറയുന്നത് എന്ത് വരും? ആവറേജ് മെയിൽസ് ഇസ് ഈക്വൽ ടു 1/3 1/3 ഇൻറ്റു ടോട്ടൽ മെയിൽസ്. ടോട്ടൽ മെയിൽസ് എത്രയാണ്? 48 ആണ് അല്ലെ. ടോട്ടൽ മെയിൽസ് എന്ന് പറയുന്നത് 48 ആണ്. സോ 48. ഓക്കെ, സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 16 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ആവറേജ് മെയിൽസ് എത്ര കിട്ടി? 16 എന്ന് കിട്ടി. ആവറേജ് മെയിൽസ് 16. ഓക്കെ, ദെൻ ഇനി ഇവിടെ നോക്കിയേ. ഗുഡ് മെയിൽസിനെ നമുക്ക് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ അല്ലെ? ഗുഡ് മെയിൽസ് 16 അവറേജ്, 10 എക്സലന്റ്, ടോട്ടൽ 48. അപ്പൊ 48 മൈനസ് 10 മൈനസ് 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് കിട്ടില്ലേ അല്ലെ? സോ ഗുഡ് മെയിൽസിനെ കാണാൻ നമുക്ക് 16 പ്ലസ് ഗുഡ് മെയിൽസിനെ നമുക്ക് y എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ലെറ്റ്സ് സേ y പ്ലസ് 10 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 48 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 48 മൈനസ് 16 മൈനസ് 10 അല്ലെ. 48 മൈനസ് 16 മൈനസ് 10 എന്ന് കിട്ടും. സോ വിൽ ഗെറ്റ് 22. ഓക്കെ, സോ നമുക്ക് ഗുഡ് മെയിൽസ് എന്ത് കിട്ടി? 22 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മെയിലിന്റെ എല്ലാം നമുക്ക് കിട്ടി. ആവറേജ്, ഗുഡ്, എക്സലന്റും ടോട്ടലും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫീമെയിൽ കിട്ടണം. ഓക്കെ, അപ്പൊ ഗുഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മൊത്തം 30 പേരാണുള്ളത്. അതിൽ മെയിൽ 22 പേരുണ്ട്. സോ ഗുഡ് ഫീമെയിൽസിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഗുഡ് ഫീമെയിൽസ്. ഓക്കെ, ഗുഡ് ഫീമെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ 30 ആണ്. അതിന്ന് മെയില് 22 ഉണ്ട്. സോ 30 മൈനസ് 22. സോ വിൽ ഗെറ്റ് 8. ഓക്കെ, സോ ഫീമെയില് 8 എന്ന് കിട്ടി. ഓക്കെ, ദെൻ എ ക്വസ്റ്റ്യൻ എന്താണ്? എ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹാഫ് ദ സ്റ്റുഡൻസ് വെർ എയ്തർ എക്സലന്റ് ഓർ ഗുഡ്. ഹാഫ് ദ സ്റ്റുഡൻസ് വെർ എയ്തർ എക്സലന്റ് ഓർ ഗുഡ് അല്ലെ. പകുതി പേര്, ടോട്ടൽ സ്റ്റുഡൻസിലെ പകുതി പേര് എയ്തർ എക്സലന്റ് അല്ലെങ്കിൽ ഗുഡ് ആണ് അല്ലെ. അപ്പോ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 80 ആണ്. അതേ ഡിവൈഡഡ് ബൈ 2. സോ 40 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? എയ്തർ എക്സലന്റ് ഓർ ഗുഡ് അല്ലെ. 40 പേര് എയ്തർ എക്സലന്റ് ഓർ ഗുഡ് ആണ്. ദെൻ അപ്പൊ ഇവിടെ ഗുഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എത്ര ഉണ്ട്? 30 പേരുണ്ട് അല്ലെ. ഗുഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് 30 പേരുണ്ട്. ദെൻ നമുക്ക് എക്സലന്റ് ആയവരെ കാണുന്നുണ്ട്. ഗുഡ് പ്ലസ് എക്സലന്റ് എത്രയാണ്? 40 ആണ് അല്ലെ. ഗുഡ് പ്ലസ് എക്സലന്റ് എന്ന് പറയുന്നത് 40 ആണ്. അല്ലെങ്കിൽ ഗുഡ് 30 ആണ്,
സോ ഒബിയസ്ലി എക്സലന്റ് എന്ന് പറയുന്നത് എന്ത് വരും? 30 പ്ലസ് എക്സലന്റ് ആയവരെ നമ്മൾ Z എന്ന് വെച്ച് കാണിച്ചു. 30 plus Z is equal to 40. Z is equal to 40 minus 30, that is 10. അല്ലെ? അപ്പൊ നമുക്ക് എക്സലന്റ് ആയവരെ 10 എന്ന് കിട്ടി. അല്ലെ? 10 എന്ന് കിട്ടി. ദെൻ എക്സലന്റ് ആയിട്ടുള്ള ഫീമെയില്, ടോട്ടൽ എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾ 10 പേരാണ്. അതിൽ 10 മെയിൽ ഉണ്ട്. സോ ഫീമെയിൽസ് എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഗുഡ് ആയിട്ടുള്ള ഫീമെയിൽ 8, എക്സലന്റ് ആയിട്ടുള്ളവര് 0, ടോട്ടൽ 32. അങ്ങനെയാണെങ്കിൽ അവറേജ് ആയിട്ടുള്ളവർ എന്ത് വരും? 32 മൈനസ് 8 അല്ലെ? 32 മൈനസ് 8 എന്ന് വരും. സോ ഇറ്റ് വിൽ ബി 24 അല്ലെ? ഇനി നമുക്ക് എന്താ കിട്ടാനുള്ളൂ? ടോട്ടൽ ആവറേജ്. ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് എന്ത് വരും? 16 പ്ലസ് 24 എന്ത് വരും? 40 എന്ന് വരും അല്ലെ? 16 പ്ലസ് 24 40 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡാറ്റ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡാറ്റാസ് ഫിൽ ചെയ്യണം. ഓക്കെ, സോ നാലാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. 3 എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ചെയ്തത്. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ഹൗ മെനി ഫീമെയിൽ സ്റ്റുഡൻസ് ആർ എക്സലന്റ്? എക്സലന്റ് ആയിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഇതാണ് നമ്മുടെ ഓക്കെ. ഹൗ മെനി ഫീമെയിൽ സ്റ്റുഡൻസ് ആർ എക്സലന്റ്? എക്സലന്റ് ആയിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഓപ്ഷൻ 1 0. വാട്ട് പ്രപ്പോർഷൻ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ആർ ഗുഡ്? വാട്ട് പ്രപ്പോർഷൻ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ആർ ഗുഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് വാട്ട് പ്രപ്പോർഷൻ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ആർ ഗുഡ്? എത്ര പേര്, ടോട്ടൽ സ്റ്റുഡൻസിൽ എത്ര പേര്, അതിന്റെ എത്ര ഭാഗമാണ് ഗുഡ് ആയിട്ടുള്ളവര് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ ആണ് കാണേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ കാണാന് എന്ത് ചെയ്യണം? ടോട്ടൽ ഗുഡ് ഫീമെയിൽ സ്റ്റുഡൻസ് അല്ലെ? ടോട്ടൽ ഗുഡ് ഫീമെയിൽ സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫീമെയിൽ സ്റ്റുഡൻസ് അല്ലെ? അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഫീമെയിൽ സ്റ്റുഡൻസിൽ എത്ര പേര് ഗുഡ് ആണ് എന്നുള്ളത് കിട്ടാം അല്ലെ? ടോട്ടൽ ഗുഡ് ഫീമെയിൽ സ്റ്റുഡൻസ് എത്രയാണ്? 8 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 32 ആണ് അല്ലെ? ടോട്ടൽ ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 32 ആണ്. സോ വി വിൽ ഗെറ്റ് 0.25. ഓക്കെ, ഓപ്ഷൻ 2 0.25 ആണ് ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് പ്രപ്പോർഷൻ ഓഫ് ഗുഡ് സ്റ്റുഡൻസ് ആർ മെയിൽ? ഓക്കെ, ഗുഡ് സ്റ്റുഡൻസിന്റെ എത്ര ഭാഗം മെയിലുകളാണ്? ഓക്കെ, ടോട്ടൽ ഗുഡ് സ്റ്റുഡൻസ് 30 ആണ്. അതിൽ മെയില് 22 ആണ്. സോ ഒബിയസ്ലി ടോട്ടൽ സ്റ്റുഡൻസ് ഗുഡ് സ്റ്റുഡൻസ്, മെയിൽ ഗുഡ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഗുഡ് സ്റ്റുഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ റേഷ്യോ കിട്ടും അല്ലെ? സോ റേഷ്യോ കാണാൻ എന്ത് ചെയ്യാം? ടോട്ടൽ ഗുഡ് സ്റ്റുഡൻസിൽ എത്ര പേര് മെയിൽ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ റേഷ്യോ കാണാൻ ടോട്ടൽ മെയിൽ ഗുഡ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഗുഡ് സ്റ്റുഡൻസ് അല്ലെ? ടോട്ടൽ ഗുഡ് സ്റ്റുഡൻസ്, ടോട്ടൽ മെയിൽ ഗുഡ് സ്റ്റുഡൻസ് എത്രയാണ്? 22 ആണ്. 22 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഗുഡ് സ്റ്റുഡൻസ് എത്രയാണ്? 30 ആണ്. സോ 22 ഡിവൈഡഡ് ബൈ 30 ചെയ്യുക. സോ നമുക്ക് 0.73 എന്ന് കിട്ടും. ഓക്കെ, 0.73 ഓപ്ഷൻ 2. ഈ കേസിൽ വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം കേട്ടോ. ഇത് 22 ഡിവൈഡ് ബൈ 30 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 20/30 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ? അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. 20/30 എന്ന് പറയുന്നത് 0.6666 ആണ് വരിക അല്ലെ? 0.6 ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.7 എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓപ്ഷൻ 2 0.73. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സ്റ്റെപ്പിലോ പറഞ്ഞതിൽ എന്തിലേലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
ഓക്കെ. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതൊക്കെ പെർസെൻറ്റേജ് റേഷ്യോ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അവറേജും. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. ദെൻ ഡാറ്റാസ് തന്നിരിക്കുന്നത് അനലൈസ് ചെയ്യാനുള്ളൊരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റ ഫില്ല് ചെയ്യണം. അതിന് നമുക്ക് പെർസെൻറ്റേജിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ വേണം അല്ലെ? എപ്പോഴേ നമുക്ക് പെർസെൻറ്റേജ് 40% ഓഫ് സ്റ്റുഡൻസ് വർ ഫീമെയിൽസ് അല്ലെ? ആ ഒരു പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലെ? അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ആ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കാണാം. എങ്ങനെയാണ് പെർസെൻറ്റേജ് റേഷ്യോ ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. അപ്പൊ അത്രയാണ് ഇന്ന് പറയാനുള്ളത്.